നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നാളെ 2026 മാർച്ച് 1 നമ്മൾ ഇത്രയും കാലം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വാട്സപ്പ്, ഫേസ്ബുക്ക്, അതുപോലത്തെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഒരുപാട് ആളുകളുണ്ട്. ഇൻസ്റ്റാഗ്രാം പോലത്തെ ഒരുപാട് അക്കൗണ്ടുകൾ ഉപയോഗിക്കുന്ന ആളുകളാണ് നമ്മൾ. എന്നാൽ നാളെ മുതൽ നിങ്ങൾക്കിതെല്ലാം ഉപയോഗിക്കണമെങ്കിൽ കർശനമായിട്ടുള്ള നിർദ്ദേശങ്ങളും കർശനമായിട്ടുള്ള പരീക്ഷണങ്ങളും നടന്നതിന് ശേഷം മാത്രമായിരിക്കും ലഭിക്കുക. നമ്മൾ ഒരുപാട് വർഷങ്ങളോളമായി ഉപയോഗിക്കുന്ന വാട്സപ്പ്, ആ നമ്പർ ചിലപ്പോൾ നമ്മുടെ കൈവശം ഉണ്ടായിരിക്കില്ല. ആ സിം ചിലപ്പോൾ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ടാകും. പക്ഷേ വാട്സപ്പിൽ ചിലപ്പോൾ ആ നമ്പറിലായിരിക്കും ഉപയോഗിക്കുക. പ്രത്യേകിച്ച് പ്രവാസികളായ ആളുകൾ നാട്ടിൽ വന്നൊരു സിം എടുത്ത് ആ സിമ്മിലെ വാട്സപ്പായിരിക്കും ഉപയോഗിക്കുക. പിന്നീട് അവർ പ്രവാസ ലോകത്തെത്തിയതിനു ശേഷം അവർ സിം എടുക്കുകയും എന്നാൽ ആ സിമ്മിലെ വാട്സപ്പ് വേറൊരു വാട്സപ്പായി ഉപയോഗിക്കുകയും ആദ്യം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നാട്ടിലെ വാട്സപ്പ് തന്നെയായിരിക്കും ഇപ്പോഴും ഉപയോഗിക്കുക. തിരിച്ചും സംഭവിക്കാം. ഒരുപാട് കാലം പ്രവാസികളായ ആളുകൾ നാട്ടിൽ വന്ന് സ്ഥിരതാമസമാക്കുമ്പോൾ ഗൾഫിലെ കോൺടാക്റ്റിൽ മറ്റും ലഭിക്കാൻ ഗൾഫിലെ നമ്പറിലെ വാട്സപ്പ് തന്നെ ഉപയോഗിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതല്ലെങ്കിൽ നമ്മൾ നാട്ടിൽ നിന്ന് തന്നെ നിൽക്കുന്ന ആളുകളാണെങ്കിൽ, പ്രത്യേകിച്ചും പ്രായമുള്ള ആളുകൾ, മുമ്പെന്തെങ്കിലും എടുത്ത സിമ്മായിരിക്കും, അതിലായിരിക്കും വാട്സപ്പ് ഉപയോഗിക്കുക. പിന്നീട് ആ നമ്പർ നമ്മൾ ഒഴിവാക്കുകയും മറ്റു നമ്പർ എടുക്കുകയും ചെയ്ത ആളുകൾ നാളെ മുതൽ അവർക്ക് വാട്സപ്പ് ലഭിക്കുകയില്ല. അങ്ങനെയുള്ള ആളുകൾ എന്തെല്ലാം കാര്യങ്ങളായിരിക്കും നാളെ മുതൽ ശ്രദ്ധിക്കേണ്ടത്, ഇതിനെങ്ങനെ നമുക്ക് തരണം ചെയ്യാം എന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങളോ രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക. സർക്കാരിൻ്റെ ഏറ്റവും പുതിയ അറിയിപ്പുകൾ ഒന്നാണ്, നമ്മൾ ഏത് നമ്പർ വെച്ചാണ് ആ വാട്സപ്പ് ഉപയോഗിക്കുന്നത്, അതല്ലെങ്കിൽ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നത്, ആ സിം നമ്മുടെ ഫോണിൽ ഉണ്ടായിരിക്കണം. നമുക്കറിയാം, നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ചില ബാങ്കിൻ്റെ ആപ്ലിക്കേഷനുകൾ, അതുപോലെ തന്നെ ഗൂഗിൾ പേ, ഫോൺ പേ പോലത്തെ UPI പേയ്മെൻറ്റ് ആപ്പുകളെല്ലാം നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ ആ സിം നമ്മുടെ ഫോണിൽ ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കുക. ആ സിം നമ്മുടെ ഫോണിൽ ഇല്ലെങ്കിൽ വീണ്ടും വെരിഫിക്കേഷൻ ചോദിക്കുകയും ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ സിം ഊരിയിട്ട് വേറെ സിം ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഈ സിം ഇടുകയാണെങ്കിൽ പോലും നമ്മോട് വെരിഫിക്കേഷൻ ചോദിക്കാറുണ്ട്. അങ്ങനെയുള്ള അവസ്ഥയിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന വാട്സപ്പ്, ഏത് നമ്പറിലാണോ വാട്സപ്പ് ഉപയോഗിക്കുന്നത് ആ നമ്പർ നമ്മുടെ ഫോണിൽ ഉണ്ടായിരിക്കണം. അതുമാത്രമല്ല, ഏകദേശം 10 ദിവസങ്ങൾ കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഒരു വെരിഫിക്കേഷൻ നടത്തും. ആ വെരിഫിക്കേഷനിൽ സിം നമ്മുടെ ഫോണിലെങ്കിൽ മാത്രമായിരിക്കും നമുക്ക് പിന്നീട് വാട്സപ്പ് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പോലത്തെ നമ്മൾ ഫോൺ നമ്പറുമായി ലിങ്ക് ചെയ്ത എല്ലാ ആപ്ലിക്കേഷനുകളും നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ നിർബന്ധമായിട്ടും നമ്മുടെ സിം നമ്മുടെ ഫോണിൽ ഉണ്ടായിരിക്കണം. നമ്മളത് വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ പ്രവാസികളായ ആളുകൾക്കായിരിക്കും ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുക. അതുപോലെ തന്നെ നാട്ടിൽ നിന്നും പഴയ സിം ഉപയോഗിക്കുന്ന പ്രായമായ ആളുകൾക്കെല്ലാം ഇത് ബാധകമായിരിക്കും. അവരിപ്പോൾ പ്രത്യേകിച്ച് പെട്ടെന്ന് ചെയ്യേണ്ട ഒരു കാര്യം, ഇപ്പോൾ അവർ ഉപയോഗിക്കുന്ന വാട്സപ്പ് മറ്റൊരു നമ്പറിലേക്ക് മാറ്റാൻ സാധിക്കും. ചേഞ്ച് അക്കൗണ്ട് ഓപ്ഷൻ നൽകിക്കഴിഞ്ഞാൽ അവർക്ക് മാറ്റാൻ സാധിക്കും. അവരുടെ ഫോണിൽ ഏത് സിമ്മാണോ ഉള്ളത് ആ ഫോണിലേക്ക് അവരുടെ വാട്സപ്പ് പോലത്തെ നമ്പർ പെട്ടെന്ന് തന്നെ മാറ്റുക. എങ്കിൽ ഇത്രയും കാലം നമ്മൾ ഉപയോഗിച്ചിരുന്ന നമ്മുടെ ഗ്രൂപ്പുകൾ, വാട്സപ്പ് ചാറ്റുകളെല്ലാം നഷ്ടപ്പെട്ടേക്കാം. നാളെ മുതലായിരിക്കും ഇങ്ങനെ ഒരു നിയമമായി സർക്കാർ വരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.